ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റേറ്റ് ഓഫ് എ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ്റെ റേറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? പ്രധാനമായും 5 ഫാക്ടറുകളാണ് ഇവിടെ പറയുന്നത്. ആദ്യത്തേത് കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസ്. റിയാക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസസിൻ്റെ കോൺസെൻട്രേഷൻ റേറ്റിനെ എഫക്റ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന റിയാക്റ്റൻ്റ് ഗേഷ്യസ് സ്റ്റേറ്റിലുള്ളതാണെങ്കിൽ അവിടെ പ്രഷറും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് മാറാറുണ്ട്. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ടെമ്പറേച്ചറാണ്. ചില റിയാക്ഷൻസ് ടെമ്പറേച്ചർ കൂടുന്തോറും അവയുടെ റിയാക്ഷൻ റേറ്റ് കൂടുന്നതായി കാണാം. എന്നാൽ ചില കേസുകളിൽ ടെമ്പറേച്ചർ കൂട്ടുന്തോറും റിയാക്ഷൻ റേറ്റ് കുറഞ്ഞു വരുന്നതായിട്ടും കാണാം. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. മൂന്നാമത്തേത് നേച്ചർ ഓഫ് റിയാക്റ്റൻസ് ആൻഡ് പ്രൊഡക്ട്സ്. റിയാക്ട് ചെയ്യുന്ന റിയാക്റ്റൻസിൻ്റെ നേച്ചറും അതുപോലെ തന്നെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റിൻ്റെ നേച്ചറും ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. നാലാമത്തേത് എക്സ്പോഷർ ടു ലൈറ്റ്, അതായത് റേഡിയേഷൻ. നമുക്കറിയാവുന്ന പോലെ തന്നെ ചില റിയാക്ഷൻസ് ലൈറ്റിൻ്റെ പ്രസൻസിൽ വളരെ വേഗത്തിൽ നടക്കുന്നു അല്ലേ? എന്നാൽ ചിലതാകട്ടെ ഡാർക്ക് കണ്ടീഷനിലായിരിക്കും കൂടുതൽ വേഗത്തിൽ റിയാക്ഷൻ നടക്കുക. അതുകൊണ്ട് തന്നെ എക്സ്പോഷർ ടു ലൈറ്റ് ഓർ റേഡിയേഷൻ ഒരു വളരെ പ്രധാനപ്പെട്ട ഫാക്ടറാണ്. അഞ്ചാമത്തേത് പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ്. നമ്മൾ പഠിച്ചിട്ടുള്ളത് പോലെ തന്നെ പല കെമിക്കൽ റിയാക്ഷൻസിലും കാറ്റലിസ്റ്റുകളുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. ഇത്തരത്തിലുള്ള കാറ്റലിസ്റ്റുകൾ റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടുന്നതിന് ഉപയോഗിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ 5 പ്രധാനപ്പെട്ട ഫാക്ടറുകളാണ് ഒരു റിയാക്ഷൻ്റെ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ദ ഇഫക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓൺ റിയാക്ഷൻ റേറ്റ്. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ എങ്ങനെയാണ് റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കെമിക്കൽ റിയാക്ഷൻ തന്നെ കൺസിഡർ ചെയ്യാം. ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷനാണ് വന്നിരിക്കുന്നത്. AA + BB gives CC + DD. ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എയും ബിയും റിയാക്റ്റൻറ്റുകളാണ്, സിയും ഡിയും പ്രൊഡക്റ്റുമാണ് അല്ലേ? അതുപോലെ സ്മോൾ ലെറ്റർ എയും സ്മോൾ ലെറ്റർ ബിയും റിയാക്റ്റൻറ്റിൻ്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. സ്മോൾ ലെറ്റർ സിയും സ്മോൾ ലെറ്റർ ഡിയും പ്രൊഡക്റ്റിൻ്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻറ്റിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നു. അങ്ങനെയാണുള്ള ഒരു കെമിക്കൽ റിയാക്ഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത്തരത്തിലുള്ള റിയാക്ഷൻ്റെ റേറ്റ് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക എന്ന് നോക്കാം. നമുക്കറിയാവുന്ന പോലെ തന്നെ ഇവിടെ റേറ്റ് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് റിയാക്റ്റൻസിനെയാണ്. അതുകൊണ്ട് തന്നെ റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് A raised to X into concentration of B raised to Y, where A and B are reactants. X and Y may or may not be equal to the stoichiometric coefficients A and B. Rate എന്ന് പറയുന്നത് directly proportional to the concentration of ആദ്യത്തെ reactant A raised to X into concentration of B raised to Y. ഇവിടെ എയും ബിയും നമുക്കറിയാവുന്ന പോലെ തന്നെ 2 റിയാക്റ്റൻറ്റുകളാണ്. എക്സും വൈയും എന്താണ്? ഈ എക്സും വൈയും എന്ന് പറയുന്നത് റിയാക്റ്റൻറ്റുകളായിട്ടുള്ള എയുടെയും ബിയുടെയും സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻറ്റിന് ഈക്വൽ ആവുകയോ ഈക്വൽ ആകാതിരിക്കുകയോ ചെയ്യാം. അങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി സിമ്പിൾ മാറ്റി നമ്മൾ ഈക്വൽ ടു സിമ്പിൾ ആക്കുകയാണ്. ഈക്വൽ ടു സിമ്പിൾ ആക്കുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു കോൺസ്റ്റൻ്റ് ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് തന്നെ റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A raised to X ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B raised to Y എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക. K എന്ന് പറയുന്നത് ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? ഇവിടെ K എന്ന് പറയുന്നത് ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ഈ ഒരു ഇക്വേഷനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുകയാണെങ്കിൽ റേറ്റ് നമുക്കറിയാം എന്താണ്? ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ റേറ്റിനെ -d/dt ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് R എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. -d/dt ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് R ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A raised to X ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B raised to Y എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. K എന്ന് പറയുന്നത് ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ ഈ ഇക്വേഷനിൽ Kയെ നമ്മൾ റേറ്റ് കോൺസ്റ്റൻ്റ് എന്ന് വിളിക്കുന്നു. K എന്ന് പറയുന്ന പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റിനെ റേറ്റ് കോൺസ്റ്റൻ്റ് എന്നാണ് വിളിക്കുന്നത്. ഇവിടെ നോക്കൂ, ഈ ഇക്വേഷൻ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോമിലാണ് അല്ലേ?
നിങ്ങൾ മാത്സിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിക്കുമ്പോൾ ഉള്ള ഒരു രൂപത്തിലാണ് ഇവിടെ ഇക്വേഷൻ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. എന്താണ് ഇക്വേഷൻ? -d/dt ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് R, അതായത് റിയാക്റ്റൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു വരുന്നതിൻ്റെ റേറ്റ്. ഇറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A⁻x ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B⁻y. ഇത്തരത്തിലുള്ള ഒരു ഇക്വേഷനെയാണ് ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. AA + BB gives CC + DD എന്ന് പറയുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രീതിയാണിത്. പ്രത്യേകം ഓർക്കണം. -d/dt ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് R is equal to K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A⁻x ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് B⁻y. ഈ രീതിയിൽ റേറ്റിനെ എക്സ്പ്രസ് ചെയ്യുന്ന ഇക്വേഷനെ ഡിഫറൻഷ്യൽ റേറ്റ് ഇക്വേഷൻ എന്ന് വിളിക്കുന്നു. K എന്ന് പറഞ്ഞാൽ എന്താണ്? K എന്നുള്ളത് ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ്. എന്നാൽ ഇവിടെ നമ്മൾ വിളിക്കുന്ന പേര് റേറ്റ് കോൺസ്റ്റൻ്റ് എന്നാണ്.